എന്താണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത്? ഹിന്ദു എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ബംഗ്ലാദേശിൽ കാലിളകിയിരിക്കുന്ന വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യാൻ കാരണം. ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിന് പിന്നാലെയാണ് ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം ശക്തമായതെന്നുള്ള വാർത്തകളും പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിന്ദ്യമായ ആക്രമണങ്ങളാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്നതെന്ന് ഇടക്കാല പ്രധാനമന്ത്രി യൂനിസ് പറഞ്ഞതായിട്ടും വാർത്തകൾ വന്നിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയായിരുന്നു: ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ? രാജ്യത്തെ സംരക്ഷിക്കുന്ന നിങ്ങൾക്ക് ചില കുടുംബങ്ങളെ രക്ഷിക്കാനാവില്ല. അവരെ ഉപദ്രവിക്കരുതെന്ന് നിങ്ങൾ പറയണം. അവരോടും നമ്മുടെ സഹോദരന്മാരാണെന്ന് പറഞ്ഞു മനസ്സിലാക്കണം. നമ്മൾ ഒരുമിച്ചാണ് പോരാടിയത്, നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് ഹിന്ദുക്കൾക്ക് സുരക്ഷിതമല്ല എന്നുള്ള തരത്തിലൊക്കെ വാർത്തകളും വന്ന് തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചിറ്റാഗോങ് നഗരത്തിൽ വലിയൊരു റാലി നടന്നിരുന്നു. 10,000-കണക്കിന് ഹിന്ദുക്കളായിട്ടുള്ള ഇന്ത്യൻ വംശജർ റാലിയുടെ ഭാഗമായെന്നൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. സുരക്ഷയും തുല്യതയും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവർ അന്ന് റാലി നടത്തിയത്. ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നത്തിലേക്ക് ബംഗ്ലാദേശ് പോകുന്നത്, അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്തുകൊണ്ട് ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. പ്രധാനമായും 5 ചോദ്യങ്ങൾ ഇന്ത്യ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യക്ക് സഖ്യകക്ഷികളെ പിന്തുണയ്ക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. കാരണം ഹസീന ഇങ്ങോട്ട് വന്നു, ഹസീനയ്ക്ക് ആവശ്യമുള്ള സംരക്ഷണം നമ്മൾ കൊടുത്തതും കണ്ടത്. പ്രതിഷേധക്കാർ ധാക്കയിലെ വസതിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹസീനയെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ പെട്ടെന്നുള്ള അറിയിപ്പായിരുന്നു ഇന്ത്യക്ക് കിട്ടിയത്. വിദേശകാര്യമന്ത്രി ജയശങ്കർ അത് സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥ ഒന്ന് നോക്കിപ്പോവാം. 1975 ഓഗസ്റ്റ് 15 നടന്ന അട്ടിമറിയിൽ ഹസീനയുടെ പിതാവും ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും കൊലപാതകം തടയാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സമാനമായി 1992 പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ കാബൂൾ പിടിച്ചടക്കിയപ്പോഴും ഇന്ത്യ കൈയും കെട്ടി നോക്കിയിരിക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. നജീബുള്ളയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളും വിജയം കണ്ടില്ല. 4 വർഷത്തിന് ശേഷമാണ് താലിബാൻ കാബൂളിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത്. അന്ന് നജീബുള്ളയെ UN കസ്റ്റഡിയിൽ നിന്ന് പിടികൂടി വിളക്കുകാലിൽ തൂക്കിലേറ്റി എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ആരോപണം അവർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അടുത്തതായി നമ്മൾ നോക്കാനുള്ളത്, ഇന്ത്യയിലുള്ള വൻ ശക്തികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളിൽ മാത്രമല്ല പ്രതികൂല സാഹചര്യങ്ങളിലും സുഹൃത്തുക്കളെ പിന്തുണയ്ക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്, ആവശ്യമാണ്. കാരണം ഇതുമൂലം നമ്മുടെ മേഖലയിലെ പുറത്തും രാജ്യത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ രാജ്യത്തിന് കഴിയും. രാജ്യം കുറച്ച് നാളായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും ഹസീനയുടെ നിലപാടുകൾ ഇന്ത്യക്ക് അനുകൂലമായിരുന്നു. അദ്ദേഹം ഇന്ത്യയെ എപ്പോഴും പിന്തുണയ്ക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചു പോന്നിരുന്നത്. എന്നിരുന്നാലും സ്വേച്ഛാധിപത്യത്തിലേക്ക് ഭരണം വഴിമാറുക എന്നുള്ളൊരു ആക്ഷേപവും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. രാജ്യത്തിനകത്ത് അവർക്ക് ലഭിച്ചിരുന്ന പിന്തുണയും ദുർബലമായും ഈ ബന്ധം എത്രത്തോളം നിലനിൽക്കുമെന്ന ആശങ്കയും നിരീക്ഷകർ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ഹസീനയുമായിട്ട് അടുത്ത് നിൽക്കുന്ന രാജ്യം എന്ന തോന്നൽ ഇന്ത്യക്ക് പൊതുവെ ജനങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു. അവർക്കെതിരെ വർദ്ധിച്ചു വരുന്ന ഈ വിദ്വേഷം ഇന്ത്യയെ ബാധിച്ചേക്കാവുന്ന ആശങ്കയും നമുക്ക് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഹസീനയുമായുള്ള ഇന്ത്യയുടെ പിന്തുണയും ബംഗ്ലാദേശിന് കുറഞ്ഞു വരുന്ന ജനപ്രീതിയും തമ്മിലുള്ള ഈ പിരിമുറുക്കം സമീപ വർഷങ്ങളിൽ ദൃശ്യമായതാണ്. അത് വാർത്തകളിലൂടെ നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, ബംഗ്ലാദേശിലെ മാറുന്ന സാഹചര്യം അംഗീകരിക്കുന്നതിന് പകരം ഇന്ത്യ അമേരിക്കയാണ് വിമർശിച്ചത് അന്ന്. കാരണം ബംഗ്ലാദേശ് പ്രതിപക്ഷത്തെ പ്രധാന വ്യക്തികളുമായിട്ട് ഇന്ത്യ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടോ എന്നുള്ള ആരോപണം അന്ന് പുറത്തു വന്നിരുന്നു. പൊതുജന രോഷം ശമിപ്പിക്കുന്നതിനും സുസ്ഥിരമായൊരു ഭരണം ഉറപ്പാക്കുന്നതിനു വേണ്ടി ഇന്ത്യ പോലുള്ള രാജ്യം അവരെ പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ല. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തം നിലനിൽക്കുന്നതും ഇത്തരം ബന്ധങ്ങളുടെ പേരിലാണ്. അത് നിർണായകമാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം
ആ ബന്ധം നിർണായകമാണ്. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പാകിസ്ഥാനും ചൈനയും ധാക്കയിലെ സാഹചര്യം മുതലെടുത്ത് പുതിയ ബംഗ്ലാദേശ് സർക്കാരിനെ ഇന്ത്യയിൽ നിന്ന് അകറ്റാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കാണാതെ പോകാത്ത ഒരു സംഗതിയാണ്. നിലവിലെ ഘട്ടത്തിൽ അക്രമം പരിമിതപ്പെടുത്താനും ബംഗ്ലാദേശിലുള്ള ഒരു പുതിയ ക്രമത്തിലേക്ക് സമാധാനപരമായിട്ട് കൊണ്ടുവരാനും മാറ്റം വരുത്താനും ഒക്കെ ഇന്ത്യ വളരെ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സൈന്യവുമായി ചേർന്ന് പ്രവർത്തിക്കാനും ഇന്ത്യയും അമേരിക്കയും ബ്രിട്ടൻ ഉൾപ്പെടെ ഉള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ കൂടെ ഇടപെടൽ വന്നിരിക്കുന്നത്. പാകിസ്ഥാനെ കൂടാതെ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുതലെടുക്കാൻ നോക്കുന്നത് തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണെന്ന് പറയുന്നുണ്ട്. ബംഗ്ലാദേശിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്കും തീവ്രവാദ അപകട സാധ്യതയൊക്കെ മുൻനിർത്തിയാണ് ഈ രാഷ്ട്രം അവരെ പിന്തുണയ്ക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാലും UAE, സൗദി അറേബ്യ ഇവരൊക്കെ ആയിട്ട് സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇന്ത്യ ഈ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കാൻ UAE പോലുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമ്മളടുത്ത് പ്രധാനമായിട്ട് നമ്മൾ കാണാതെ പോകേണ്ടാത്ത ഒരു കാര്യമുണ്ട്. 1971 ബംഗ്ലാദേശിന്റെ വിമോചന സമയത്ത് അന്ന് ഇന്ത്യ അവസാനിപ്പിക്കേണ്ടിയിരുന്ന അവരുടെ നയങ്ങളും കൂടിയായിരുന്നു. ബംഗ്ലാദേശ് അതിന്റെ ചരിത്രത്തെക്കുറിച്ച് ആഴത്തിൽ വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതാണ് ശരിക്കും അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ബംഗ്ലാദേശിലെ പല ശക്തികളും ബംഗ്ലാദേശിന്റെ വിമോചനത്തെക്കുറിച്ച് ഹസീനയുടെ വിവരണത്തോടും യോജിക്കുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇത്തരം വിവരണങ്ങൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ഹസീനയുടെ വലിയൊരു ശ്രമമായിരിക്കാം ചിലപ്പോൾ പെട്ടെന്നുള്ളൊരു തിരിച്ചടിക്ക്, അത് സൈന്യം പോലും കൂട്ടി നിന്നുകൊണ്ടുള്ളൊരു തിരിച്ചടിക്ക് നേരിടാൻ കാരണമായതെന്ന് നമുക്ക് വിലയിരുത്താമെന്ന് തോന്നുന്നു. ചരിത്രത്തോട് മുൻവിധികളില്ലാതെയും പല ദീർഘകാല പരസ്പര താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഈ വിമോചന വിരുദ്ധ ശക്തികളുമായിട്ട് സഹകരിച്ചു പോന്നിട്ടുണ്ട് പല ചില സാഹചര്യങ്ങളിൽ. ഹസീനയ്ക്ക് 71 വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഇന്ത്യക്ക് അത് താങ്ങാൻ കഴിഞ്ഞില്ല. അവർ സഹകരിക്കുക, അവർക്ക് സംരക്ഷണം നൽകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. 47 വിഭജനം ഇപ്പോഴും അവരുടെ ബന്ധത്തെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അടുത്തിടെ വിഭജനത്തിന്റെ കഴിവ് മറികടക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിച്ചതാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്ന് ഇപ്പോഴും വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.